ഒരാഴ്ചക്കാലത്തെ വാർത്തകളുടെ സമഗ്ര വിശകലനങ്ങളുമായി ന്യൂസ് സ്കാൻ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഇത് ഒരു സൂചനയായിരുന്നു, അല്ല, കോൺഗ്രസിന്റെ സമ്പൂർണ്ണ പതനം പ്രവചിച്ച ഒരു ദുസ്സൂചന. പാർട്ടിയുടെ 137ാം ജന്മദിന ആഘോഷത്തിൽ ശ്രീമതി സോണിയാഗാന്ധി പതാക ഉയർത്തിയപ്പോൾ അത് പൊട്ടി താഴെ വീണത് വരാനിരിക്കുന്ന പതനത്തിന്റെ മുന്നറിയിപ്പായിരുന്നു. പഞ്ചാബ് നഷ്ടപ്പെട്ടതോടെ കോൺഗ്രസിന് കേവലം 2 സംസ്ഥാനങ്ങളിൽ മാത്രം. കോൺഗ്രസിന്റെ ഈ ദുരന്തത്തെക്കുറിച്ച് ഷെഖേന ന്യൂസിന്റെ തത്സമയ തെരഞ്ഞെടുപ്പ് വിശകലനത്തിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ദീപികയുടെ ഡൽഹി ബ്യൂറോ ചീഫ് ജോർജ് കള്ളുവെയിലിൽ നടത്തിയ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം കേൾക്കുക. കോൺഗ്രസ് യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളുവാനോ താഴെ തട്ടി പ്രവർത്തിക്കുവാനോ തമ്മിത്തല്ലും ഗ്രൂപ്പിസോ അവസാനിപ്പിക്കുവാനോ അവർ തയ്യാറായിട്ടില്ല. ഇനിയും ഇപ്പോഴും അവരുടെ പാർട്ടിയെ കുറിച്ച് അവർക്കുള്ള തെറ്റിദ്ധാരണകള് നമ്മൾ ഓരോ തകർച്ച കഴിച്ച് തിരിച്ചു വരും. ഈ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നതാണ്. പക്ഷെ പഞ്ചാബിലെ ഈ തകർച്ച കോൺഗ്രസിന് ഉണ്ടാകുമെന്ന് മനീഷ് തിവാരി അടക്കമുള്ളവർ പ്രൈവറ്റ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തില് രാഹുൽ ഗാന്ധിയെ നേതാവായി ഇനി മറ്റുള്ളവർ പോലും അംഗീകരിക്കുമോ? അതായത് ഇപ്പോൾ സീതാറാം യെച്ചൂരി അടക്കമുള്ളവര് പൊക്കിക്കൊണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിൽ തന്നെ കൂടുതൽ പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട്. ഈ തകർച്ച കോൺഗ്രസിനെ പുതിയൊരു പിളർപ്പിലേക്ക് എത്തിച്ചാൽ പോലും എനിക്ക് അത്ഭുതമില്ല. അത് പഞ്ചാബിലായാലും ദേശീയ തലത്തിലായാലും ഇതിന്റെ ആഘാതം കേരളത്തിലെ കോൺഗ്രസിന് ഉണ്ടാകും. കേരളത്തിലെ കോൺഗ്രസും ഇപ്പൊ പഞ്ചാബിൽ കാണിച്ച പോലെ തമ്മിത്തല്ലിയും സ്വയം കുഴി കുഴിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ പുറത്താക്കി ആ നിലയിലൊക്കെ വരുത്തി വെച്ച വിന അത് എത്ര ഞാൻ ആദ്യം പറഞ്ഞ പോലെ തല്ലണ്ടമ്മാവാൻ നന്നാവില്ല എന്ന നിലയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 4 BJP വെന്നിക്കൊടി പാറിച്ചു. പഞ്ചാബിൽ ആം ആദ്മി പ്രതീക്ഷിച്ചതുപോലെ തന്നെ തൂത്തുവാരിയെടുത്തു. ഡൽഹിയിലെ പോലെ അഴിമതിരഹിതമായ ഒരു ഭരണം പഞ്ചാബിലെ ജനങ്ങൾ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. ഡൽഹിയിൽ പോലീസിനെ വരുതിക്ക് നിർത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ പിടി പഞ്ചാബിൽ ഇല്ലാത്തത് കൊണ്ട് ഭരണം കുറെ കൂടി സുഗമവും ജനോപകാരപ്രദമാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. BJP പ്രതീക്ഷിച്ചതുപോലെ തന്നെ നേട്ടം കൊയ്തു. കോൺഗ്രസും പ്രതീക്ഷിച്ച പോലെ തന്നെ 5 സംസ്ഥാനങ്ങളിലും അമ്പേ തകർന്നടി. ഇന്ത്യ മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന ഒരു പാർട്ടിയുടെ ഗതികേടെന്നല്ലാതെ എന്തു പറയും? എന്തുകൊണ്ട് കോൺഗ്രസിന് ഇങ്ങനെ സംഭവിക്കുന്നു? ഒറ്റ കാരണമേ ഉള്ളൂ: ഉത്തരവാദിത്ത ബോധം ഒട്ടുമില്ലാത്തതും കെടുകാര്യസ്ഥത ധാരാളമുള്ളതുമായ നേതൃത്വം തന്നെ. അതാണ് പ്രധാനപ്പെട്ട കാരണം. ഇനി എന്താണ് ഇതിനൊരു പരിഹാരം? കോൺഗ്രസിന് സമീപകാലത്ത് എവിടെയെങ്കിലും ഒരു തിരിച്ചുവരവ് സാധ്യമാകുമോ? സാധിക്കും. നേതൃത്വം ആടിമൂടി മാറണം. കടൽക്കിഴവന്മാരെയും കിഴങ്ങന്മാരെയും നിർബന്ധമായും മാറ്റി നിർത്തണം. ജനങ്ങളെ ആകർഷിക്കാനും ചേർത്ത് നിർത്താനും കഴിവുള്ള, ജനങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന നല്ല ഉശിരുള്ള നേതാക്കന്മാരെ പാർട്ടിയുടെ തലപ്പത്ത് കൊണ്ടുവരണം. എങ്കിൽ കോൺഗ്രസ് ഒരു പക്ഷേ രക്ഷപ്പെട്ടേക്കാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അധ്യക്ഷനായിരുന്ന പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അന്തരിച്ചത് എല്ലാ മാധ്യമങ്ങളും വളരെ വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അണഞ്ഞു ആ സ്നേഹജ്യോതിസ് എന്ന തലവാചകത്തോടെ മുസ്ലിം ലീഗിന്റെ ചന്ദ്രിക ദിനപത്രം തങ്ങളുടെ നേതാവിന് ഉചിതമായ വിടവാങ്ങൽ നൽകി. മുഖപ്രസംഗത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മതേതരത്വത്തിന്റെ മാസ്മര പ്രതീകം ദൈവസന്നിധി പോകുമ്പോൾ അത് മുസ്ലിങ്ങൾക്കോ ന്യൂനപക്ഷങ്ങൾക്കോ മാത്രമല്ല, ഒരു രാഷ്ട്രവും ജനതയും ഉയർത്തിപ്പിടിക്കുന്ന മാനവികതയ്ക്കേറ്റ കനത്ത ക്ഷതമാകുന്നു. ഒലിഞ്ഞുപോയത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അമരക്കാരൻ എന്നതിലുപരി മതേതര കേരളത്തിന്റെ തേജസ്സാർന്ന സൗമ്യ മുഖം കൂടിയാണ്. ജനാധിപത്യ കൈരളിക്കും ന്യൂനപക്ഷങ്ങൾക്കും
മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനും അതൊരു തീരാ നഷ്ടമാകും. സൂര്യകിരണങ്ങൾ പൊടുന്നനെ പോയി മറിഞ്ഞ് ഇരുട്ട് പരന്ന പ്രതീതി. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും സ്വീകാര്യനും സമീപസ്ഥനുമായിരുന്നു ഹൈദരലി ശിഹാബ് തങ്ങൾ. എന്നാൽ മുസ്ലിം ലീഗിനെ ഇനി നയിക്കാൻ പോകുന്നത് കേവലം 57 വയസ്സ് മാത്രം പ്രായമുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് സാദിഖ് അലി വളരെ സുപരിചിതനാണ് താനും. മറക്കാൻ കഴിയാത്ത വ്യക്തിത്വം. സുപ്രഭാതം പത്രത്തിലെ ഒരൊറ്റ ലേഖനം കൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്നും അകറ്റുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറയാതിരിക്കാൻ കഴിയത്തില്ല. സാദിഖ് അലി വിവാദങ്ങളുടെ തങ്ങൾ എന്ന തലക്കെട്ടോടെ ദേശാഭിമാനി പത്രം ഒരു വാർത്ത നൽകുകയുണ്ടായി. ആ വാർത്തയിൽ കേരള കത്തോലിക്ക മെത്രാൻ സമിതി സാദിഖ് അലിയുടെ ലേഖനം ക്രൈസ്തവരെ മുറിവേൽപ്പിച്ചതായി പരാമർശിക്കുന്നുമുണ്ട്. ക്രൈസ്തവരുടെ പുണ്യപുരാതന ദേവാലയമായിരുന്ന തുർക്കിയിലെ ചരിത്രപ്രസിദ്ധമായ ഹഗിയ സോഫിയ കത്തീഡ്രൽ മോസ്കാക്കി മാറ്റിയ തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗന്റെ ഹീനവും കിരാതവുമായ നടപടിയെ പ്രകീർത്തിച്ചുകൊണ്ട് അയാ സോഫിയയിലെ ജുമുഅ എന്ന തലക്കെട്ടോടെ സാദിഖ് അലി ലേഖനം എഴുതി. വാസ്തവത്തിൽ ഈ ലേഖനത്തിന് ശേഷമാണ് കേരളത്തിൽ ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങളിൽ ഒരു വേർതിരിവ് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. അതിനു മുമ്പ് MM അക്ബർ, മുജാഹിദ് ബാലുശ്ശേരി തുടങ്ങിയ പ്രാകൃത മതപ്രഭാഷകർ ക്രൈസ്തവ സമുദായത്തെയും വിശ്വാസത്തെയും അടച്ച് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ തലങ്ങും വിലങ്ങും നടത്തിക്കൊണ്ടിരുന്നത് അതെല്ലാം ക്രൈസ്തവ സമൂഹം പാടെ അവഗണിച്ച് കളയുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട മുസ്ലിം ലീഗിന്റെ ഒരു സമുന്നത നേതാവ് ക്രൈസ്തവരുടെ പുണ്യപുരാതനമായ ദേവാലയത്തിൽ ബാങ്ക് വിളി ആരംഭിച്ചതിനെ ന്യായീകരിച്ചും സ്വാഗതം ചെയ്തുകൊണ്ടും ലേഖനം എഴുതിയപ്പോൾ മതഭ്രാന്തന്മാരായ പോപ്പുലർ ഫ്രണ്ടിനേക്കാളും ജമാഅത്തെ ഇസ്ലാമിയേക്കാളും ഒട്ടും കുറഞ്ഞവനല്ല താനെന്ന് സാദിഖ് അലി തെളിയിക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള ഒരാൾ ഒരു മതേതര ജനാധിപത്യ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗിന്റെ തലപ്പത്തെത്തുമ്പോൾ ക്രൈസ്തവർക്കുള്ള ആശങ്ക ഏറുകയാണ്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതി വിധിക്കെതിരെ വിവാദ പരാമർശം നടത്തിയ IPS ഉദ്യോഗസ്ഥൻ S ഹരിശങ്കറിന് ഒടുവിൽ അഡ്വക്കേറ്റ് ജനറലിന്റെ നോട്ടീസ്. കെട്ടിച്ചമച്ച കേസിൽ കന്യാസ്ത്രീയുടെ മൊബൈൽ ഫോൺ അടക്കമുള്ള ഒരു ഡിജിറ്റൽ തെളിവ് പോലും കോടതിയിൽ ഹാജരാക്കാൻ കഴിയാത്ത മഹാനായ അന്വേഷണ ഉദ്യോഗസ്ഥൻ വിചാരണ കോടതിയുടെ വിധി വന്ന ഉടനെ നടത്തിയ പരാമർശങ്ങളാണ് കോടതിയലക്ഷ്യ നടപടികളിലേക്ക് കടക്കുന്നത്. വിധി നിർഭാഗ്യകരമാണെന്നും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ അത്ഭുതമാണെന്നും ഹരിശങ്കർ വിധി വന്നതിന് പിന്നാലെ പ്രതികരിച്ചിരുന്നു. വളരെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു വിധിയാണ്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും കൂടി പ്രോസിക്യൂട്ടറുമായി സംസാരിച്ചാണ് 100% കൺവിക്ഷൻ എക്സ്പെക്ട് ചെയ്ത ഒരു കേസാണ്. ഇത്തരം കേസിൽ എങ്ങനെ ഒരു വിധി വന്നു എന്നുള്ളത് ഒരു പക്ഷേ ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിൽ തന്നെ ഒരു അത്ഭുതമായിരിക്കും. കേസ് ഒരുപാട് എവിഡൻസസ് നിലനിൽക്കുന്ന ഒരു കേസിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും തന്നെ ഒരു റേപ്പ് കേസിനെ അനലൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് പാലിക്കേണ്ടതെന്ന് വ്യക്തമായിട്ടുള്ള വിധിന്യായങ്ങൾ നിലനിൽക്കുകയും കൂടി ചെയ്യുന്ന സാഹചര്യത്തിൽ ആണ് ഈ ജഡ്ജ്മെന്റിനെ നമ്മൾ നോക്കിക്കാണുന്നത്. വളരെ അസാധാരണമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആയിരിക്കും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ഈ ജഡ്ജ്മെന്റ്
വേറിട്ട് നിൽക്കുന്ന ഒന്നായിരിക്കും. ഈ വിധി എന്ത് മെസ്സേജാണ് കൊടുക്കുന്നതെന്ന് കൂടി നമ്മൾ ആലോചിക്കുന്നത്. വാട്ട് ഈസ് ദ മെസ്സേജ് ദാറ്റ് വി ആർ ഗിവിംഗ്? ഇത്തരം ആളുകൾ ആജീവനാന്തകാലം നിശബ്ദരായിരിക്കണമെന്നാണ് നമ്മൾ ഈ വിധിയിലൂടെ പറയുന്നതെങ്കിൽ അത് സമൂഹത്തിന് തന്നെ കൊടുക്കുന്ന ഒരു തെറ്റായ സന്ദേശമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഹരിശങ്കറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കള്ളക്കേസിൽ അയാൾ എങ്ങനെ തെളിവ് ഹാജരാക്കാനാണ്? സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി ഇന്ത്യൻ പീനൽ കോഡും ഭരണഘടനയും അരച്ച് കലക്കി കുടിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കോടതിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുമ്പോൾ ശക്തമായ നടപടിയെടുക്കാൻ സർക്കാരിന് സാധിക്കേണ്ടതാണ്. പകൽ CPM, രാത്രി സുഡാപ്പി. കേരളം ഭയത്തോടെ വീക്ഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണിത്. ഇസ്ലാം തീവ്രവാദികൾ എല്ലാ പാർട്ടികളിലും ചേക്കേറിയിട്ടുണ്ടെന്ന കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നിഷേധിക്കാനാവില്ല. അങ്ങനെയിരിക്കെ കണ്ണൂരിൽ നിന്നും ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്നു കഴിഞ്ഞ ആഴ്ചയിൽ. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ MDMA മയക്കുമരുന്ന് വേട്ടകളിൽ ഒന്നായിരുന്നു അത്. മാർക്കറ്റിൽ 1.5 കോടിയോളം വില വരുന്ന മയക്കുമരുന്നുകളാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. അറസ്റ്റിലായത് അഫ്സൽ മാറാത്തും ഭാര്യ ബൾക്കീസും. ആരാണ് അഫ്സൽ എന്നറിയുമ്പോഴാണ് കേരളം വീണ്ടും ഞെട്ടിയത്. കണ്ണൂരിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന അഫ്സൽ നാറാത്ത് SDPയിൽ നിന്നും CPMലേക്ക് ചേക്കേറുകയായിരുന്നു. അഫ്സൽ DYFIയുടെ ലഹരി വിരുദ്ധ പ്രചാരണത്തിന്റെ മുഖ്യ സംഘാടകനായിരുന്നു അത്രേ. CPM നേതാവ് P ജയരാജനാണ് അഫ്സലിനെയും സംഘത്തെയും CPMൽ എത്തിക്കാൻ ചുക്കാൻ പിടിച്ചത്. പിന്നീട് CPM മറ ഉപയോഗിച്ച് അഫ്സൽ വ്യാപകമായി മയക്കുമരുന്ന് വ്യാപാരം നടത്തുകയായിരുന്നു. അഫ്സൽ നേതൃത്വം നൽകിയ ലഹരി വിരുദ്ധ സദസ്സുകളുടെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഈ വ്യാപാരത്തിന്റെ ലാഭം ആർക്കാണ് ലഭിച്ചിട്ടുണ്ടാകുക? CPMനോ അതോ ഇസ്ലാം തീവ്രവാദികൾക്കോ? പാലായിലെ കുട്ടികളെ ലക്ഷ്യം വെച്ച് മയക്കുമരുന്ന് വ്യാപാരം നടത്തിയ 5 ഈരാറ്റുപേട്ടക്കാരെ അറസ്റ്റ് ചെയ്തതും കഴിഞ്ഞ ആഴ്ചയിൽ തന്നെയാണ്. എന്തായാലും പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദി പരാമർശം വെറുതെ അല്ലായിരുന്നുവെന്ന് തെളിയിക്കുന്ന മയക്കുമരുന്ന് വേട്ടകളിലെ ഒടുവിലത്തേതാണ് ഈ സംഭവങ്ങൾ. ഈ വാർത്ത മാതൃഭൂമി ദിനപത്രം വളരെ ഗൗരവത്തോടെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 75 വയസ്സ് പ്രായം, 22 കൊല്ലക്കാലം MP, 5 കൊല്ലം MLA, 5 കൊല്ലം കേന്ദ്രമന്ത്രി, 3 കൊല്ലം കേരളത്തിൽ മന്ത്രി. എന്നിട്ടും ആഗ്രഹങ്ങൾക്ക് അവസാനമില്ല. ഇനിയും രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് വ്യക്തമാക്കി KV തോമസ്. 2019 ഞാൻ ലോക്സഭ അംഗം മാറുമ്പോൾ ഞാൻ തോറ്റു മാറിയതല്ല, എന്നെ പാർട്ടി മാറണം എന്ന് പറഞ്ഞ് അത് സ്വീകരിച്ചു. പിന്നീട് പല ഇലക്ഷൻ നടന്നു. ഞാൻ പാർട്ടി എന്നോട് മത്സരിക്കാൻ പറഞ്ഞത് ഞാൻ മത്സരിച്ചു. ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഇത്ര വർഷക്കാലത്ത് പരിചയമുണ്ട്, ധാരാളം സുഹൃത്തുക്കളുണ്ട് ഡൽഹിയിൽ, അത് പാർട്ടിയെ പക്ഷെ തീരുമാനിക്കും. എന്നാൽ ഇതുപോലെ ജനങ്ങളെ സേവിക്കുവാൻ ആരെയും തലയും മുറുക്കി നിൽക്കുന്നവർ ക്യൂ നിൽക്കുമ്പോൾ കോൺഗ്രസിന് ഇനി ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല. ഇങ്ങനെ പോയാൽ ശവപ്പെട്ടിയിലെ അവസാന ആണിയും അടിക്കാൻ കോൺഗ്രസിന് ഇനി അധികം സമയം കാത്തിരിക്കേണ്ടി വരില്ല. ഒരായുസ് മുഴുവൻ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തിട്ടും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ കഴിയാത്ത എത്രയോ ഹതഭാഗ്യന്മാർ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അവരുടെ കഷ്ടപ്പാടും കണ്ണുനീരും കണ്ടില്ലെന്ന് നടിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഈ കാര്യത്തിൽ CPMനെ കണ്ടുപഠിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകണം. തോമാച്ചായനോട് ഒരപേക്ഷയുണ്ട്. ജനങ്ങളെ സേവിച്ച് കൊതി തീർന്നിട്ടില്ലെങ്കിൽ, ആർത്തി അവസാനിച്ചിട്ടില്ലെങ്കിൽ, ഇനിയുള്ള കാലം കുമ്പളങ്ങിപ്പള്ളിയിലെ കപ്പ്യാരോ കൈക്കാരനോ ഒക്കെയായി സേവനമനുഷ്ഠിച്ച് ജീവിക്കുക തന്നെ. മിഷേൽ ഷാജി മരിച്ചിട്ട് 5 വർഷം. ഇന്നും ആ മരണത്തിൻ്റെ ദുരൂഹത നീങ്ങിയിട്ടില്ല.
സെൻസേഷൻ ന്യൂസുകൾക്ക് പിന്നാലെ പായുന്ന മാധ്യമങ്ങൾക്കാകട്ടെ ഈ വിഷയത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകാൻ ഒട്ട് സാധിച്ചിട്ടുമില്ല. 2017 മാർച്ച് 6-നാണ് കൊച്ചി കായലിൽ മിഷേലിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കൊച്ചിയിലെ ഹോസ്റ്റലിൽ നിന്നും പുറത്തുപോയ CA വിദ്യാർത്ഥിനി മിഷേലിനെ കൊച്ചി കായലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ലോക്കൽ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണത്തിൽ മിഷേലിന്റെ മരണം ആത്മഹത്യയാണെന്നായിരുന്നു നിഗമനം. എന്നാൽ മിഷേലിന്റെ ദേഹത്ത് കണ്ട പാടുകളും FIR-ലെ പൊരുത്തക്കേടുകളും എങ്ങനെ ഉണ്ടായി എന്നാണ് പിതാവ് ഷാജി വർഗീസ് ചോദിക്കുന്നത്. മകൾക്ക് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്നും എല്ലാ വിവരങ്ങളും പങ്കുവയ്ക്കുന്ന കുട്ടിയായിരുന്നുവെന്നാണ് മിഷേലിനെ കുറിച്ച് അമ്മയും ഉറപ്പിച്ചു പറയുന്നത്. ഡോക്ടർ ഉമാദത്തനെ ഉൾപ്പെടെ സംസ്ഥാനത്തെ ഫോറൻസിക് വിദഗ്ധന്മാരെയെല്ലാം കുടുംബം സമീപിച്ചപ്പോൾ മിഷേലിൻ്റേത് കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് അവര് എത്തിച്ചേർന്നിട്ടുള്ളത്. ഞങ്ങള് കുടുംബക്കാര് അടക്കമുള്ള ഒരു 5 പേരാണ് അവിടെ പോയത്. അവിടെ ചെന്ന് ഡോക്ടറോട് സംസാരിക്കുകയും ഡോക്ടർ ഇതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങളോട് ചോദിക്കുകയും ചെയ്തു. ഞങ്ങൾ അതിൻ്റെ പോലീസ് അന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് എല്ലാം ഡോക്ടറെ കാണിച്ചു കൊടുത്തു. ഡോക്ടർ അതിനെ എല്ലാം എടുത്ത് വിശദീകരിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞത്, ഷാജി, ഇത് ഈ കയ്യിലെ 4 വിരൽപ്പാട് ഇത് ഈ കൊച്ചിന് ജീവനുള്ളപ്പോൾ സംഭവിച്ച പാടാണ്. അത് എങ്ങനെയാണ് പിടിക്കണേ എന്ന് ഡോക്ടർ എൻ്റെ പുറകിൽ കൂടി വന്നിട്ട് കൈവിരൽ ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ ഈ കൈത്തണ്ടയിൽ പിടിച്ച് കാണിച്ചു തന്നപ്പോഴാണ് ഞങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലായത്. കാരണം ഈ ചെറുവിരലടക്കം തന്തവിരൽ ബാക്കി ഈ 4 വിരലാണ് ഈ കൊച്ചിൻ്റെ കൈത്തണ്ടയിൽ പതിക്കാൻ. ഇങ്ങനെ ഒരാൾ പുറകിൽ നിന്നും ബലമായിട്ട് പിടിച്ചാണ് ഈ പാടുണ്ടാക്കിയത്. ഇത് ജീവനുള്ളപ്പോൾ സംഭവിച്ച പാടാണ്. അതുകൊണ്ട് ഇത് ഒരിക്കലും ആത്മഹത്യയല്ല എന്ന് സ്ഥിരീകരിക്കാൻ ഡോക്ടർക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ജീവനുള്ളപ്പോൾ മൽപ്പിടുത്തം പിടിച്ച് ഒരു കൊല നടത്തുകയാണ് ഉണ്ടായത്. ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. നീതി വൈകുന്നതിനെതിരെ പോരാട്ടം ശക്തമാക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. സംഭവത്തിലെ ദുരൂഹത നീക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഓർത്തഡോക്സ് സഭ ആവശ്യപ്പെട്ടു. മിഷേൽ വിഷയത്തിലും ജസ്നയുടെ തിരോധാന വിഷയത്തിലും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും കൂടുതൽ ഇടപെടൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞയാഴ്ച പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയാതെ പോയ ഒരു വീഡിയോ ദൃശ്യമാണ് ഇനി കാണാൻ പോകുന്നത്. ഒരു വൈദികനോടും അദ്ദേഹത്തിന്റെ വന്ധ്യമാതാവിനോടും കേരള പോലീസ് നടത്തിയ കയ്യാങ്കളി. കേരളയിലാണ് വിഷയം. 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് എത്തിക്കുന്നതാണോ കേരളത്തിന്റെ വികസനം? ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിക്കേണ്ടത് നാടിന്റെ വികസനത്തിന് ആവശ്യമാണ്. എന്നാൽ പാവപ്പെട്ട മനുഷ്യര് ഒരായുസിന്റെ കഷ്ടപ്പാട് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കിടപ്പാടം പെട്ടെന്നൊരു ദിവസം ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കുക സാധാരണ ആർക്കും സാധ്യമായ കാര്യമല്ല. ജനസാന്ദ്രത കുറഞ്ഞ വികസിത രാജ്യങ്ങളിലെ ഹൈസ്പീഡ് ഗതാഗത സൗകര്യങ്ങൾ പോയി കണ്ടിട്ട് അതേപടി കേരളത്തിലും നടപ്പാക്കാൻ ആവശ്യപ്പെടുന്നവർ വാസ്തവത്തിൽ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ നെഞ്ചത്ത് കയറി നിന്നാണ് അത് ആവശ്യപ്പെടുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, 33 വർഷം ചോദ്യം ചെയ്യാൻ ആളില്ലാതെ പശ്ചിമ ബംഗാൾ അടക്കി ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയാതെ നാമാവശേഷമായി പോയത് ഒരൊറ്റ നന്ദിഗ്രാം കാരണമാണെന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. കാഞ്ഞിരപ്പള്ളിയിലെ
അതിപുരാതനവും അതിസമ്പന്നവുമായ ഒരു കത്തോലിക്ക കുടുംബത്തിൽ നടന്ന ദാരുണ സംഭവം കേരളക്കര കേട്ട് ഞെട്ടിപ്പോയി. സമ്പത്തിന്റെ പേരിൽ ജ്യേഷ്ഠ അനുജന്മാർ അപ്പന്റെയും അമ്മയുടെയും മുമ്പിൽ വെച്ച് തമ്മിത്തല്ലി തലകീറി പരസ്പരം വെടിവെച്ച് കൊല്ലുന്ന ഞെട്ടിപ്പിക്കുന്ന കാഴ്ച. പിശക്കന്റെ മകൻ താരാളി എന്നും താരാളിയുടെ മകൻ എരപ്പാളിയും എന്ന് ഒരു ചൊല്ല് കേട്ടിട്ടുണ്ട്. കാരണവന്മാര് കഷ്ടപ്പെട്ട് എല്ലുമുറിയെ പണിത് നല്ല പൈസയുണ്ടാക്കി. മക്കള് അതെല്ലാം തോന്നിയതുപോലെ ചെലവഴിച്ച് തൂർത്തടിച്ച് ജീവിക്കുമ്പോൾ അടുത്ത തലമുറയ്ക്ക് സംഭവിക്കുന്നത് അവര് ഒന്നുമില്ലാത്ത ദരിദ്രന്മാരായി തീരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഈ ദാരുണ സംഭവം കേരളത്തിലെ മനുഷ്യർക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അധികം ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക. ഏറ്റവും വലിയ വീട്ടിൽ ജീവിക്കുന്നതും ഏറ്റവും മുന്തിയ കാറ് ഉപയോഗിക്കുന്നതും ഒന്നുമല്ല വലിയ കാര്യം. കെട്ടിടം ചെറുതാണെങ്കിലും വാഹനമൊന്നുമില്ലെങ്കിലും വലിയ സ്ഥിതിയൊന്നുമില്ലെങ്കിൽ പോലും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നതാണ് നല്ല കാര്യം. അവരാണ് നിശ്ചയമായിട്ടും വലിയവർ. അടുത്തയാഴ്ച സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളുടെ സമഗ്ര വിശകലനങ്ങളുമായി വീണ്ടും ന്യൂസ് സ്കാൻ ഇതേ ദിവസം ഇതേ സമയം.